ഇന്നേ ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. ചിക്കൻ ഏകദേശം 1 കിലോ എടുത്തിട്ട് തൈരിട്ടിട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം, വലിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ തൈരും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി പുരട്ടി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മളതിൽ ആദ്യം ഞാൻ 4 സവോളയാണ് ഫ്രൈ ചെയ്തെടുത്തത്. ആ സവോള ഫ്രൈ ചെയ്തത് അതിൽ കാണിക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നു കേട്ടോ. മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് അലിഞ്ഞ് വരണം, നന്നായി വെന്തലിഞ്ഞ് വരണം. അതുവരെ നമ്മളതിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡ് അത് വേവണ സമയത്ത് നമ്മൾ കുറച്ച് പെരിഞ്ജീരകവും സാദാ ജീരകവും കുരുമുളകും കൂടിയിട്ട് ഒന്ന് ചട്ടിയിൽ ചൂടാക്കിയിട്ട് നമ്മളതൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ചിക്കൻ്റെ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ മിക്സ്, ചിക്കൻ്റെ മിക്സ് അത് അതിലേക്ക് ഇട്ടിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വെള്ളം ഇങ്ങനെ വിടണ വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. വേവിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യണത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി നമ്മൾ അടച്ച് വെച്ച് പിന്നെയും വേവിച്ച് ചിക്കൻ വെന്ത് വരണ വരെ ഏകദേശം ഒരു പകുതിയിലധികം വേവാവണ സമയത്താണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ഒനിയൻ അതിലേക്ക് ഇടുന്നത് കേട്ടോ. ഒനിയൻ ഫ്രൈ ചെയ്തത് പൊടിച്ചിട്ടാണ് ഇടുന്നത്. കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇടുന്നത് കേട്ടോ. അതിട്ടതിന് ശേഷം നമ്മൾ ഇളക്കി നന്നായി യോജിപ്പിക്കുന്നു. അതിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ആ ഒനിയൻ ഇടുമ്പോൾ നന്നായി തിക്കായി വരും കേട്ടോ. ആ സമയത്ത് നന്നായി തിക്കായി വരും. ആ ചിക്കനിലേക്ക് ഈ മസാലയും ഈ ഒനിയനും ഒക്കെ അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ, നല്ല ഒരു പരുവത്തിലേക്ക് എത്തണം. അപ്പോഴാണ് ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ വരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണേ. ഈ സമയത്ത് തന്നെ നമ്മൾ ആ ചതച്ച് വെച്ച മസാല ഉണ്ടല്ലോ, ജീരകവും കുരുമുളകും കൂടിയിട്ട് അതും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാല എല്ലാം ചിക്കനിലേക്ക് പിടിപ്പിക്കുകയാണ് നമ്മൾ. പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയത്ത് തീ ഇടേണ്ടത് കേട്ടോ. സിമ്മിലേക്ക് ഇടണ്ട, മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി അതിൻ്റെ പരിവാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ കരിവേപ്പില വിതറിയിട്ട് നമുക്ക് ചിക്കൻ ചുക്ക നമ്മളുടെ പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെയും റൈസിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ വിളമ്പാട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ്. കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്താൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും കുറച്ച് ഇതിൽ നിന്ന് മുന്നോട്ട് കയറാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഈ ചിക്കൻ്റെ റെസിപ്പി, ചിക്കൻ ചുക്ക ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.